ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നോമ്പുതുറ സ്പെഷ്യൽ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടും കൂടി ഉണ്ടായിരുന്നു. അതാ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും വളരെ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. അത് ഒരെണ്ണം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് എത്രത്തോളം എരിവ് വേണമോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ. ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഞാൻ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലിപ്പ് ഇതിൽ നിന്നും മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതും ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിവിടെ ഒരു 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ഒരു ബ്രെഡ് എടുത്തിട്ട് നമുക്കൊരു ചപ്പാത്തി പലകയിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ചെറിയ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതെല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മൈദയുടെ ബാറ്ററിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ടൊന്ന് കവർ ചെയ്തിട്ടും കൂടി എടുക്കാം. ഇതുപോലെ. അപ്പോൾ നമ്മൾ ഒരു സമയം എത്ര എണ്ണമാണോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അത് മാത്രം ആദ്യം റെഡിയാക്കിയാൽ മതി കേട്ടോ. എല്ലാം കൂടി ആദ്യം തന്നെ റെഡിയാക്കി വെക്കണ്ട. ഇതുപോലെ കവർ ചെയ്ത് വെക്കണ്ട. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു പലഹാരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 എണ്ണം മാത്രമാണ് ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു സൈഡൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ബ്രെഡൊക്കെ ആയതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെക്കുന്നത് പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ച് ആയി പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു സൈഡൊന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം അപ്പുറത്തെ സൈഡും കൂടി ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. റെഡി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് എടുക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഫ്ലെയിം കുറച്ച് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നോമ്പുതുറ സ്പെഷ്യൽ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. പൊട്ടറ്റോയും ബ്രെഡും ഒക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നോമ്പുതുറ സ്പെഷ്യലായിട്ടുള്ള കുറേ റെസിപ്പീസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടും കൂടി നോക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.